ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS ആക്ടിൻ്റെ 2023 വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അമെൻമെൻറ്റിനെ പറ്റി ചെയ്ത വീഡിയോയുടെ പാർട്ടിൽ സെക്ഷൻ 68B പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്ന സെക്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ അമെൻമെൻറ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് സെക്ഷൻ 69 മുതലുള്ള സെക്ഷനുകളിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 69 എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടാണ്. ഓക്കെ, സെക്ഷൻ 69 ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ സബ്സെഷൻ 1 തന്നെ ഡിസ്പ്യൂട്ട് എങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഡിസ്പ്യൂട്ടായി പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൊസൈറ്റീസുകൾ തമ്മിലുള്ളത്, സൊസൈറ്റിയും മെമ്പറും തമ്മിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ABCD നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ IJ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിൽ I എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഇറ്റ് സബ്സിഡിയറീസ് അണ്ടർ സെക്ഷൻ 14A എന്നുള്ളതാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസും സബ്സിഡിയറിയും തമ്മിലുള്ള തർക്കങ്ങൾ. പിന്നെ ബിറ്റ്വീൻ ദ ജയിൽ പറയുന്നത് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോംഡ് അണ്ടർ സെക്ഷൻ 14B. അതായത് സെക്ഷൻ 14B പ്രകാരമുള്ള പാർട്ട്ണർഷിപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള തർക്കങ്ങൾ, ഇത് രണ്ടും ഡിസ്പ്യൂട്ടായിട്ട് പരിഗണിക്കുന്നതാണ്. പിന്നെ പറയുന്നത് സച്ച് ഡിസ്പ്യൂട്ട് ഷാൽ ബി റെഫേർഡ് ടു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് constituted under section 70A in the case of monetary dispute and to the registrar in the case of monetary dispute and the arbitration court or the registrar as case may be shall decide such dispute and no other court or other authorities shall have the jurisdiction to entertain any suit or other proceedings in respect of such dispute എന്നാണ് പറയുന്നത്. അതായത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് ആർബിട്രേഷൻ കോർട്ടും മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് രജിസ്ട്രാറുമായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്. ഇവരല്ലാതെ മറ്റൊരു കോർട്ടോ അതോറിറ്റിയോ ഇതിൽ ഇടപെടാനോ ഇതിലെന്തെങ്കിലും ഈ ഡിസ്പ്യൂട്ടിന്മേൽ എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഡിസ്പ്യൂട്ടിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. IJ എന്ന് പറയുന്ന രണ്ട് സബായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സൊസൈറ്റിയും സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള തർക്കം, പിന്നെ ജയിൽ പാർട്ട്ണർഷിപ്പിലെ മെമ്പേഴ്സ് തമ്മിലുള്ള തർക്കമാണ് വന്നിരിക്കുന്നത്. പിന്നെ ആർബിട്രേഷൻ കോർട്ടാണെങ്കിൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും രജിസ്ട്രാർ ആണെങ്കിൽ മോണിറ്ററി ഡിസ്പ്യൂട്ടും ഡിസ്പോസ് ചെയ്യുന്നു. മറ്റൊരു കോർട്ടിനോ ഒരു അതോറിറ്റിക്കോ ഇതിൽ ഇടപെടാനുള്ള അവകാശമില്ല എന്നാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടാണ് സെക്ഷൻ 70 എന്ന് പറയുന്നത്. അതിൽ സബ്സെഷൻ 6 മാറ്റം വന്നിരിക്കുന്നത്. ദ രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഇൻവെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ഇൻ ദിസ് ബിഹാഫ് ഷാൾ ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് or the arbitrator shall pass an award within a period of 1 year in the case where monetary matters are involved എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ മോണിറ്ററി ഡിസ്പ്യൂട്ടിൽ 1 വർഷത്തിനുള്ളിൽ RCS തീരുമാനം എടുക്കുകയോ ഇല്ലെങ്കിൽ അതിലേക്ക് ഒരു അവാർഡ് പാസ് ചെയ്യുകയോ ചെയ്യണം എന്നാണ് 70 സബ്സെഷൻ 6 പറഞ്ഞിരിക്കുന്നത്. ആകെ ഈ ഒരു കാര്യത്തിനാണ് അതിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ RCS മോണിറ്ററി ഡിസ്പ്യൂട്ടിന് 1 വർഷത്തിനുള്ളിൽ തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു അവാർഡ് പാസ് ചെയ്യുകയോ ചെയ്യണം. പിന്നെ അടുത്തത് വരുന്നത് സെക്ഷൻ 70A 70A എന്ന് പറയുന്നത് ആർബിട്രേഷൻ കോർട്ടാണ്. ഓക്കെ, ആർബിട്രേഷൻ കോർട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. അതിൽ സബ്സെഷൻ 2 കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. The presiding officer of arbitration court shall be an officer of above and the rank of municipal magistrate of the judicial service എന്നാണ് പറയുന്നത്. അതായത് ആർബിട്രേഷൻ കോർട്ടിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സർവീസിൽ മുൻസിഫ് മജിസ്ട്രേറ്റിൽ റാങ്ക് ഉള്ളതോ അതിൽ എബവ് ഉള്ളതോ ആയ ആളായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു മാറ്റമാണ് നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്ന ഇതിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജുഡീഷ്യൽ സർവീസ് മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ ഇതിലുള്ള ഒരു ജുഡീഷ്യൽ സർവീസിലുള്ള ആളായിരിക്കണം ആർബിട്രേഷൻ കോർട്ടിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ. ഇനി അടുത്തത് പറയുന്നത് സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ഓഡിറ്റർ. സെക്ഷൻ 73 അതിൽ 2A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷൻ വന്നിരിക്കുന്നതാണ്.
2A എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. 2Aയിലുള്ളതിന് പിന്നെ ഒരു ചെറിയ മാറ്റവും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിങ്സ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലിക്വിഡേറ്റർ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ ഈ വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ്. മുമ്പ് അത് 3 വർഷമെന്നായിരുന്നു. ഇപ്പോൾ അത് മാറി എന്തായി 2 വർഷം. ലിക്വിഡേറ്റർ 2 വർഷത്തിനുള്ളിൽ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് സെക്ഷൻ 73 സബ്സെഷൻ 2Aയിൽ പറയുന്നു. പിന്നെ ഇത് അതിലേക്ക് ആഡ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. Provided that if the winding up proceedings cannot be completed within a period of 2 years from the date of appointment of liquidator under subsection 1 of section 72, the liquidator shall submit a report to government through the registrar stating the procedural constraint which prevent him to complete the proceedings, and in such case issue the final order with the permission of government with the times stipulated by the government as may be prescribed, provided however such extension shall not exceed a period of 1 year എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ഇയേഴ്സിനുള്ളിൽ ഈ ലിക്വിഡേറ്റർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ, അദ്ദേഹത്തിന് എന്താണ് അതിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ വന്നത് എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. അത് ത്രൂ RCS വഴിയാണ് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. പക്ഷേ ആ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 1 ഇയറിൽ കൂടുതലാകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ്. അതിൽ സബ്സെഷൻ 2Aയിൽ വന്നിരിക്കുന്നത് ലിക്വിഡേഷൻ പ്രോസസ്സ് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലിക്വിഡേറ്റർ അതിനെ പറ്റിയിട്ടുള്ളൊരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് ഉള്ള ഒരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും. എന്തായാലും ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന പീരീഡ് 1 വർഷത്തിൽ കൂടരുത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 80ലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 80 എന്ന് പറയുന്നത് ഓഫീസേഴ്സ് എക്സെട്ര ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സെക്ഷൻ 80. ഓഫീസറാണ് സെക്ഷൻ 80യിൽ വരുന്നത്. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സെഷൻ 3യിലാണ് അതിൽ മാറ്റം വന്നിരിക്കുന്നത്. അതിൽ എക്സ്ട്രാ ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. ദ അപ്പോയിൻമെൻറ്റ് ഷാൾ ബി റെഗുലറൈസ്ഡ് ഓൺലി ആഫ്റ്റർ വെരിഫൈയിങ് ഹിസ് ഹെർ ക്യാരക്ടേഴ്സ് ആൻഡ് ആൻറ്റസിഡൻസ് ഓൺ സബ്സിക്വൻറ്റ് പോലീസ് വെരിഫിക്കേഷൻ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗവൺമെൻറ്റാണ് ക്വാളിഫിക്കേഷൻ, ഒരു അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ, റെമ്യൂണറേഷൻ, അലവൻസ് അതെല്ലാം ഗവൺമെൻറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നാണ് സബ്സെഷൻ 3യിൽ പറയുന്നത്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ അപ്പോയിൻമെൻറ്റ് ഷാൾ റെഗുലറൈസ്ഡ് ഓൺലി ആഫ്റ്റർ വെരിഫൈയിങ് ഹിസ് ഓർ ഹെർ ക്യാരക്ടർ ആൻഡ് ആൻറ്റസിഡൻസ് സബ്സിക്വൻറ്റ് പോലീസ് വെരിഫിക്കേഷൻ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അവരുടെ ക്യാരക്ടർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓഫീസേഴ്സിന് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു സബ്സെഷൻ 3ൽ പറയുന്നുണ്ട്, സെക്ഷൻ 80യിൽ. പിന്നെ സെക്ഷൻ 80യിൽ സബ്സെഷൻ 5ൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40% of total post of the employees of every society shall be reserved for physically handicapped person, provided that societies where there more than 10 and less than 25 employees, there shall be reserved a minimum 1 employee belong to physically handicapped person. ഇത് റിസർവേഷനിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് സെക്ഷൻ 80 സബ്സെഷൻ 5ൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിനുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് 3% ആയിരുന്നു. ഇപ്പോൾ അത് 4% ആയിട്ടുണ്ട്. 4% ടോട്ടൽ പോസ്റ്റിൻ്റെ 4% എന്ന് പറയുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഒരു സൊസൈറ്റിയിൽ 10 പേരിൽ കൂടുതലോ 25 എന്നാണ് പറയുന്നത് കേട്ടോ. നേരത്തെ ഇതെന്ന് പറയുന്നത് 33 നേരത്തെ ഇത്.
ഓക്കെ, അതിപ്പം മാറിയിട്ട് 25 അപ്പോൾ 10 പേരിൽ കൂടുതലോ 25 പേരിൽ കുറവോ ഉള്ള സൊസൈറ്റികളിൽ ഒരു എംപ്ലോയി എങ്കിലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അവർക്കുള്ള റിസർവേഷൻ്റെ കാര്യമാണ് കേട്ടോ ഇത്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സെക്ഷൻ 80 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 80 എന്ന് പറയുന്നത് ഓഫീസേഴ്സ് എക്സെട്ര ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പോൾ ഇതിൽ സബ്സെഷൻ 3 വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ നേരത്ത് അവർക്ക് എന്താണ് ഒരു പോലീസ് വെരിഫിക്കേഷനും കൂടെ നടത്തുമെന്നാണ് പറയുന്നത്. പിന്നെ സബ്സെഷൻ 5 പറയുന്നത് 4% ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു സൊസൈറ്റിയിൽ 10 പേരിൽ കൂടുതലോ 25 പേരിൽ കുറവോ ആണ് അവിടുത്തെ എംപ്ലോയീസ് എങ്കിൽ അതിൽ ഒരാൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 80 മാറ്റം വന്നിരിക്കുന്നത്. സെക്ഷൻ 80B കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് സെക്ഷൻ 80B എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമിനേഷൻ ബോർഡ്, എക്സാമിനേഷൻ ബോർഡാണ് 80B. അതിൽ പറയുന്നത് സബ്സെഷൻ 1 അതിൽ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. Now, notwithstanding anything contained in this act or the rules made thereunder or in the bylaw of the society relating to the recruitment of officers and servants thereof, but subjected to section 80BB, the government shall notification in Gazette constitute a cooperative examination board, conduct a written examination for all direct recruitment to the post above the category of junior clerk in all cooperative society, board and other institution under the control of registrar, provided that registrar may taken into the consideration the financial capacity and the viability of the society, exempt any society or class of societies from the provision of this subsection in the manner as may be prescribed എന്നാണ്. അതായത് ഓഫീസേഴ്സിനെയോ സെർവൻസിനെയോ എല്ലാം റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ടിലോ റൂളിലോ ബൈലോയിലോ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബോർഡിലും RCSൻ്റെ കൺട്രോളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ജൂനിയർ ക്ലർക്ക് മുതൽ അതിൻ്റെ എബവ് കാറ്റഗറിയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനായിട്ട് റിട്ടേൺ എക്സാം നടത്തുന്നത്. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ വയബിലിറ്റി ഇതെല്ലാം കണക്കിലെടുത്ത് രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു സൊസൈറ്റീനെ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റീനെ ഇതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിൽ വന്നിരിക്കുന്ന സബ്സെഷൻ 1 പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓഫീസറിനെയോ സെർവൻറ്റിനെയോ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആക്ടിലും റൂളിലും എന്ത് തന്നെ ആയാലും ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും ബോർഡിലും പിന്നെ RCSൻ്റെ കൺട്രോളുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും എല്ലാം ജൂനിയർ ക്ലർക്കും അതിൻ്റെ എബവ് ഉള്ള കാറ്റഗറിയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി എക്സാമിനേഷൻ നടത്തുന്നത് ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും വയബിലിറ്റിയും എല്ലാം കണക്കിലെടുത്ത് ഒരു സൊസൈറ്റീനെയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റീസിനെയോ രജിസ്ട്രാർക്ക് ഇതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അതാണ് 80B എന്ന് പറയുന്നത്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് സെക്ഷൻ 94 ഒഫൻസ്. ഒഫൻസിൽ പ്രധാനമായിട്ടും കുറച്ച് ഫീസസ് എല്ലാം മാറിയിട്ടുണ്ട്. ഒഫൻസസിൻ്റെ ഓരോ ഫൈനുകളെല്ലാം അതിൽ മാറിയിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ സെക്ഷൻ 94 സബ്സെഷൻ 2 എനി പേഴ്സൺ ക്യാരിയിങ് ഓൺ എനി ട്രേഡ് ഓർ ബിസിനസ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് 94 സബ്സെഷൻ 1 5,000 rupees. അതായത് ഏതെങ്കിലും ഒരാൾ 94 സബ്സെഷൻ 1 പ്രൊവിഷനുകളെല്ലാം അത് കോൺട്രവെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സബ്സെഷൻ 1 പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാൾ ബിസിനസ്സിനോ അങ്ങനെ എന്തെങ്കിലും അയാളുടെ ബിസിനസ്സിനോ കാര്യങ്ങൾക്കോ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാതെ വേറൊരാളും കോപ്പറേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 5,000 രൂപയാണ് ഫൈൻ എന്നാണ്
സെക്ഷൻ 94 സബ്സെഷൻ 2 പറയുന്നത്. ഇത് മുമ്പ് 2000 റുപ്പീസ് ആയിരുന്നു, അത് മാറിയിട്ടാണ് ഇപ്പോൾ 5000 വന്നിരിക്കുന്നത്. നേരത്തെ 2000 ആയിരുന്നു, അത് ഇനി തെറ്റാണ്. ഇനി അടുത്തത് സബ്സെഷൻ 3 പറഞ്ഞിരിക്കുന്നതാണ്. എനി മെമ്പർ ഓർ പാസ്റ്റ് മെമ്പർ ഓർ നോമിനി ഓർ ലീഗൽ ഹെയർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ഡിസ്പോസിങ് എനി പ്രോപ്പർട്ടി ഓഫ് വിച്ച് ദ സൊസൈറ്റി ഹാവ് ഫസ്റ്റ് ചാർജ്. അങ്ങനെ വന്നാൽ 5000 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു മെമ്പറോ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പറോ, ഇനിയിപ്പോൾ ആ പാസ്റ്റ് മെമ്പറിൻ്റെ നോമിനിയോ ലീഗൽ ഹെയറോ അല്ലെങ്കിൽ ഒരു ഡിസീസ്ഡ് മെമ്പറോ ആരെങ്കിലും സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജുള്ള ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്നുള്ളതാണ് അടുത്ത ഒരു ഇത്. അതിൽ വന്നിരിക്കുന്നതും 5000 രൂപയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് എത്രയായിരുന്നു? 2000 രൂപയായിരുന്നു, അത് മാറിയിട്ടുണ്ട്, ഇപ്പോൾ 5000 രൂപയാണ്. പിന്നെ അടുത്തത് 94 സബ്സെഷൻ 4 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഓർ ആൻ ഓഫീസർ ഓർ മെമ്പർ വിൽഫുള്ളി മേക്കിംഗ് എ ഫോൾസ് റിട്ടേൺ ഓർ ഫർണിഷിംഗ് ഫോൾസ് ഇൻഫർമേഷൻ ഓർ ഫെയിലിംഗ് ടു പ്രൊഡ്യൂസ് ക്യാഷ് ബാലൻസ് ഓർ ഫെയിലിംഗ് ടു മേക്ക് the records available for audit, enquiry, inspection or any person willfully or without any reasonable excuses disobeying any summons. അതായത് ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു മെമ്പർ എന്താണ് വിൽഫുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഫെയിലാവുക, ആൻഡ് റെക്കോർഡ്സ് ഓഡിറ്റിനും എൻക്വയറിക്കും ഇൻസ്പെക്ഷനും എല്ലാം റെക്കോർഡ്സ് അവൈലബിൾ ആക്കുന്നതിൽ ഫെയിലാവുക. പിന്നെ നമ്മൾ സമൻസ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ വിൽഫുള്ളി എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റീസണബിൾ എക്സ്ക്യൂസസ് ഇല്ലാതെയോ വരാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കുള്ള ഫൈനാണ് 10000 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നേരത്തെ എത്രയായിരുന്നു? 5000 രൂപയായിരുന്നു സബ്സെഷൻ 4 അനുസരിച്ചിട്ടുള്ള ഫൈൻ എന്ന് പറയുന്നത്. ഇപ്പം അത് മാറ്റി 10,000 റുപ്പീസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 4A സബ്സെഷൻ 4A ആണ്. 94 സബ്സെഷൻ 4A. എനി ഓഫീസർ ഓർ കസ്റ്റോഡിയൻ willfully fails to hand over custody of books, documents, cash, property to an authorized officer such as administrator, administrative committee, liquidator, ഓഡിറ്റർ, DCA എക്സെട്ര. അങ്ങനെ വന്നാൽ 10,000 റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഓഫീസർ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ അവരുടെ ബുക്സും ഡോക്യുമെൻറ്റ്സോ ക്യാഷോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ എല്ലാം ഒരു ഓഫീസറിന്, ഒരു ഓതറൈസ്ഡ് ഓഫീസറിന്, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ലിക്വിഡേറ്ററോ ഓഡിറ്റർ, DCA അതുപോലുള്ള ഒരു ഓഫീസർക്ക് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൈമാറ്റം ചെയ്തില്ല എങ്കിൽ എത്രയാണ്? 10000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നേരത്തെ 1000 ആയിരുന്നു, 5000 ആയിരുന്നു, അതാണിപ്പോൾ 10000 രൂപയാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ 5000 അല്ല, ഇപ്പോൾ അതിന് 10000 രൂപയാണ്. അറിഞ്ഞുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ്സും ബുക്സും ക്യാഷും പ്രോപ്പർട്ടി ഒന്നും എന്താണ് അഡ്മിനിസ്ട്രേറ്റർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കോ ലിക്വിഡേറ്റർക്കോ ഓഡിറ്റർക്കോ DCAക്കോ ഒന്നും കൊടുത്തില്ലെങ്കിൽ 10000 രൂപ. പിന്നെ അടുത്തത് 4B ആണ്. 94 സബ്സെഷൻ 4B. എനി കറപ്ഷൻ പ്രാക്ടീസസ് ഇൻ എലക്ഷനിൽ എന്തെങ്കിലും ഒരു കറപ്ഷൻ എന്തെങ്കിലും പ്രാക്ടീസസ് നടന്നിട്ടുണ്ട് എങ്കിൽ അതിനും എത്രയാണ്? 5000 രൂപയാണ് അതിന് പറയുന്നത്. നേരത്തെ ഇതിന് 1000 രൂപയായിരുന്നു, അത് മാറിയിട്ടുണ്ട്, 5000 രൂപയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് 94 സബ്സെഷൻ 5 Bയിലെ കാര്യമാണ്. എനി എംപ്ലോയർ ഓർ ഓഫീസർ ഹു ഫെയിൽസ് ടു പേ ദ സൊസൈറ്റി ദ എമൗണ്ട് ഡിഡക്റ്റഡ് ബൈ ഹിം ആസ് പെർ 37(2) 10,000 ആണ്. അതായത് ഒരു എംപ്ലോയറോ ഓഫീസറോ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 37(2) പറയുന്ന സാലറി ഡിഡക്ഷനാണ്. അത് എന്താണ്, അത് പേ ചെയ്യാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ ആ സാലറി ഡിഡക്ഷൻ്റെ ചെയ്തിട്ട് അത് സൊസൈറ്റിയിൽ പേ ചെയ്യുന്നതിൽ ഫെയിലായിട്ടുണ്ട് എങ്കിൽ എന്താണ് 10,000 റുപ്പീസാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അത് എത്രയായിരുന്നു? 5,000 റുപ്പീസ് ആയിരുന്നു, അതിപ്പോൾ മാറി 10,000 റുപ്പീസ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് സബ്സെഷൻ 6 അടുത്ത മാറ്റം വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇഫ് എ പേഴ്സൺ കളക്ടിങ് ദ ഷെയർ മണി ദാറ്റ് ഡസ് നോട്ട് ഡെപ്പോസിറ്റ് ഇൻ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് ഓർ അതർ ബാങ്ക് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 14 days 10,000 റുപ്പീസ്. അതായത് ഒരു ആൾ
ഷെയർ മണി എല്ലാം കളക്ട് ചെയ്തിട്ട് അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ പോസ്റ്റൽ സർവീസ് സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് ബാങ്കുകളിലോ 14 ദിവസത്തിനുള്ളിൽ അടച്ചില്ല എങ്കിൽ എത്രയാണ് 10,000 രൂപയാണ് ഫൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നേരത്തെ 5,000 രൂപയായിരുന്നു, ഇത് മാറിയിട്ടുണ്ട് 10,000 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 7A, ഇതിൽ 7A എന്ന് പറഞ്ഞ് ഒരു പുതിയ സബ്സെഷൻ വന്നതാണത്. എനി ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദ കമ്മിറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി who contravenes the provision of the subsection 3 of section 59 shall be punishable with fine which may extend 10,000 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെക്ഷൻ 59 സബ്സെഷൻ 3യിൽ പ്രൊവിഷൻസ് എല്ലാം കോൺട്രവെൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിനും കമ്മിറ്റിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിയും എന്താണ്, അവർ 10,000 റുപ്പീസ് വരെ അവർക്ക് ഫൈൻ ലഭിക്കും എന്നാണ് പറയുന്നത്. സെക്ഷൻ 51 സബ്സെഷൻ 3യിലെ പ്രൊവിഷൻസ് കോൺട്രവെൻസ് ചെയ്തിട്ടുണ്ട് എങ്കിലുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒഫൻസിൽ വരുന്നത്. ഒഫൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണിത്. ആദ്യത്തേതെന്ന് പറയുന്നത് കോർപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 5,000 രൂപ ഫൈൻ. പിന്നെ ഏതെങ്കിലും മെമ്പറോ പാസ്റ്റ് മെമ്പറോ ഡിസീസ്ഡ് മെമ്പറോ ലീഗൽ ഹെയർ നോമിനി അവരാരെങ്കിലും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ഡിസീസ്ഡ് മെമ്പറിൻ്റെ നോമിനിയോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ എല്ലാം ഒരു സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജുള്ള പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചാൽ 5,000 രൂപയാണ് ഫൈൻ. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മിറ്റി സൊസൈറ്റിയിലെ കമ്മിറ്റി ഓഫീസറോ എല്ലാം ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിലോ റിട്ടേൺസ് സമർപ്പിക്കുന്നതിലോ അതുപോലെ റെക്കോർഡ്സ് ഓഡിറ്റിനും എൻക്വയറിക്കും ഇൻസ്പെക്ഷനും ഒന്നും സബ്മിറ്റ് ചെയ്യാതിരിക്കുകയോ അങ്ങനെയെല്ലാം വിൽഫുള്ളി എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ 10,000 രൂപയാണ് അവർക്ക് ഫൈനായിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് ഓഫീസർ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ബുക്സ് ഡോക്യുമെൻറ്റ്സ് ക്യാഷ് പ്രോപ്പർട്ടി അതൊന്നും അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ലിക്വിഡേറ്റർ ഓഡിറ്റർ DC എന്നിവർക്ക് കൊടുത്തില്ല എങ്കിൽ 10,000 റുപ്പീസാണ് ഫൈൻ. പിന്നെ ഇലക്ഷനിൽ എന്തെങ്കിലും കറപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 5,000 രൂപ ഫൈൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓഫീസർ സെക്ഷൻ 37 സബ്സെഷൻ 2 പ്രകാരം സാലറി ഡിഡക്ഷൻ നടത്തിയിട്ട് അത് സൊസൈറ്റിയിലേക്ക് അടയ്ക്കുന്നതിൽ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ 10,000 റുപ്പീസ് ഫൈനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഷെയർ മണി കളക്ട് ചെയ്തിട്ട് അത് 14 ദിവസത്തിനുള്ളിൽ കോപ്പറേറ്റീവ് ബാങ്കിലോ പോസ്റ്റൽ സേവിങ്സ് ബാങ്കിലോ അതർ ബാങ്ക് അപ്രൂവ്ഡ് ബൈ രജിസ്ട്രാർ അങ്ങനെയുള്ള ബാങ്കുകളിലോ ഒന്നും 14 ദിവസത്തിനുള്ളിൽ അടച്ചില്ല എങ്കിൽ 10,000 റുപ്പീസ് ഫൈൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 59 സബ്സെഷൻ 3 പ്രൊവിഷൻസ് കോൺട്രവെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും കമ്മിറ്റിക്കും 10,000 റുപ്പീസ് ഫൈൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഷെഡ്യൂൾഡ് 1ൽ കുറച്ച് സൊസൈറ്റീസും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടാണുള്ളത്. 15 എണ്ണമാണ് ഉണ്ടായിരുന്നത്, അതിൽ ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ 16 എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് വനിതാ ഫെഡ്, 17 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടൂറിസം ഫെഡറേഷൻ ലിമിറ്റഡ് ടൂർ ഫെഡ്, 18 കേരള സ്റ്റേറ്റ് ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് ലേബർ ഫെഡ്, 19 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് ഹോസ്പിറ്റൽ ഫെഡ്. അപ്പോൾ ഇത്രയാണ് അതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം അമെൻമെൻറ്റുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും അമെൻമെൻറ്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളും എല്ലാം ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പുള്ള പാർട്ടുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അത് കയറി കാണുക. ഓക്കെ, താങ്ക്